പ്രീമിയർ പ്രോ, ആഫ്റ്റർ എഫക്ട്സ് എന്താണ് ഈ സോഫ്റ്റ്വെയർസ് തമ്മിലുള്ള ഡിഫറൻസ്? നമ്മുടെ ചാനലിൽ കുറേ ആഫ്റ്റർ എഫക്ട്സിൻ്റെയും പ്രീമിയർ പ്രോയുടെയും ട്യൂട്ടോറിയൽസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വരാൻ സാധ്യതയുള്ളൊരു ഡൗട്ടാണ് എന്താണ് ഈ സോഫ്റ്റ്വെയർസ് തമ്മിലുള്ള വ്യത്യാസം, ഞാൻ ഇതിൽ ഏത് യൂസ് ചെയ്യണം എന്നൊക്കെ. ആൻഡ് ഈ വീഡിയോയിൽ നമ്മൾ 4 ക്വസ്റ്റ്യൻസിനുള്ള ആൻസറാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് പ്രീമിയർ പ്രോ, എന്താണ് ആഫ്റ്റർ എഫക്ട്സ്, എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ആൻഡ് ഇതിലേത് നിങ്ങൾ യൂസ് ചെയ്യണം. ഈ ഒരു 4 ക്വസ്റ്റ്യൻസിനുള്ള ആൻസറാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് പ്രീമിയർ പ്രോ? പ്രീമിയർ പ്രോ ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് കുറച്ച് വീഡിയോസ് തന്നാൽ നമുക്കത് ടൈം ലൈനിൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് വെച്ച് ഓഡിയോസ് ആഡ് ചെയ്യാം, മ്യൂസിക് ആഡ് ചെയ്യാം, സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്യാം, സിമ്പിളായിട്ടുള്ള ടൈറ്റിൽസ് കൊടുക്കാം, ആവശ്യമില്ലാത്ത പോർഷനെല്ലാം കട്ട് ചെയ്ത് കളയാം, അത് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ട്രാൻസിഷൻസും ഒക്കെ ആഡ് ചെയ്ത് നമുക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. വീഡിയോ എഡിറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് പ്രീമിയർ പ്രോ. എന്താണ് ആഫ്റ്റർ എഫക്ട്സ്? ആഫ്റ്റർ എഫക്ട്സ് ഉപയോഗിച്ച് നമുക്കൊരു ഫുൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും, ബട്ട് ഇറ്റ് ഈസ് വെരി ഹാർഡ്. അതിൻ്റെ റീസൺ നിങ്ങൾക്ക് മുൻപോട്ട് പോകുമ്പോൾ മനസ്സിലാവും. ആഫ്റ്റർ എഫക്ട്സ് ഒരു വീഡിയോ കോമ്പോസിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്, ഒരു ലെയർ ബേസ്ഡ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. ഓരോ വീഡിയോസും ഇമേജസും ടെക്സ്റ്റും ഗ്രാഫിക്സും എല്ലാം ഓരോ ലെയേഴ്സ് ആയിരിക്കും. ഈ ലെയേഴ്സ് എല്ലാം കൂടെ കോമ്പോസിറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ആഫ്റ്റർ എഫക്ട്സ് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലുപരി ഒരു വീഡിയോ മാനിപ്പുലേറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ പ്രീമിയർ പ്രോയിൽ എഡിറ്റ് ചെയ്ത ടൈം ലൈനും ആഫ്റ്റർ എഫക്ട്സിൽ എഡിറ്റ് ചെയ്ത ടൈം ലൈനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ആഫ്റ്റർ എഫക്ട്സിൻ്റെയും പ്രീമിയർ പ്രോയുടെയും ടൈം ലൈനിനെ കുറിച്ചുള്ള ക്ലിയർ ആയിട്ടൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ടെക്സ്റ്റ് ആനിമേഷൻസ്. നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ടൈറ്റിൽസ്, ടെക്സ്റ്റ് ആനിമേഷൻസ് ആഡ് ചെയ്യണമെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രീമിയർ പ്രോയിൽ ചെയ്യാൻ കഴിയും. നിങ്ങളുടെ ടെക്സ്റ്റ് ആനിമേഷൻസ് ഒക്കെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ആഫ്റ്റർ എഫക്ട്സ് തന്നെ യൂസ് ചെയ്യണം. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ടെക്സ്റ്റ് ആനിമേറ്റ് ചെയ്യാനുള്ള ഫ്രീഡവും അതിനുള്ള ഓപ്ഷൻസും നമുക്ക് ആഫ്റ്റർ എഫക്ട്സിൽ അവൈലബിൾ ആണ്. ഓരോ ചെറിയ എലമെൻറ്റ്സ് വരെ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് നമുക്ക് ആനിമേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ ടെക്സ്റ്റ് ആനിമേഷൻ എഫക്റ്റിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ ഇഫക്ട്സ് ആൻഡ് പ്രീസെറ്റ്സിൽ നമുക്ക് അവൈലബിൾ ആണ്. പ്രീമിയർ പ്രോയിലും ആഫ്റ്റർ എഫക്ട്സിലും നമുക്ക് ഓഡിയോ എഡിറ്റ് ചെയ്യാൻ കഴിയുമെങ്കിലും ഓഡിയോ എഡിറ്റിങ്ങിൽ പ്രീമിയർ പ്രോ തന്നെയാണ് ബെറ്റർ. നല്ലൊരു വർക്ക് സ്പേസ്, അതുപോലെ ഓഡിയോ എഫക്ട്സ് എല്ലാം നമുക്ക് പ്രീമിയറിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ ടൈം ലൈനിൽ കുറേ ഓഡിയോ, സൗണ്ട് എഫക്ട്സ്, മ്യൂസിക് അങ്ങനെ പല പല ട്രാക്കിലായിട്ട് കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മിക്സ് ചെയ്യാനും ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനും സൗണ്ടെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനെല്ലാം പ്രീമിയർ പ്രോ തന്നെയാണ് ബെറ്റർ. ആഫ്റ്റർ എഫക്ട്സിൽ ഓഡിയോ എഡിറ്റിംഗ് വളരെയധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. ഓഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി അഡോബിൻ്റെ ഓഡീഷൻ എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയറും അവൈലബിൾ ആണ്. VFX, മാസ്കിംഗ്, ട്രാൻസിഷൻസ് എക്സെട്ര. പ്രീമിയർ ഉപയോഗിച്ച് നമുക്ക് മാസ്കിങ്, ട്രാൻസിഷൻസ്, VFX അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. എങ്കിലും അതിനെല്ലാം കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. പ്രീമിയർ ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. അതിനാവശ്യമായിട്ടുള്ള ടൂൾസ്, സെറ്റിങ്സ്, ലേഔട്ട് എല്ലാമാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വിഷ്വൽ എഫക്ട്സ്, മാസ്കിങ്, ട്രാൻസിഷൻസ്, ഗ്രീൻ സ്ക്രീൻ റിമൂവൽ ഇതെല്ലാം ചെയ്യണമെങ്കിൽ നിങ്ങൾ ആഫ്റ്റർ എഫക്ട്സ് തന്നെ ഉപയോഗിക്കണം. അതിനാവശ്യമായിട്ടുള്ള പവർഫുൾ ടൂൾസ്, എഫക്ട്സ്, റോഡോ ബ്രഷ്, 3D ട്രാക്കിങ്, 2D ട്രാക്കിങ്, ഈ ട്രാക്കിംഗ് ഒക്കെ ഉപയോഗിച്ച് നമുക്കൊരു വീഡിയോ ട്രാക്ക് ചെയ്ത് അല്ലെങ്കിൽ വീഡിയോയിലുള്ള ഒരു ഒബ്ജക്റ്റ് ട്രാക്ക് ചെയ്ത് അതിൻ്റെ മോഷൻ അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എലമെൻറ്റ്സ് എല്ലാം കൊടുക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് എന്ത് വേണമെങ്കിലും ആഫ്റ്റർ എഫക്ട്സ് ഉപയോഗിച്ച് ചെയ്തെടുക്കാൻ കഴിയും. നിങ്ങൾ മുൻപ് വീഡിയോ എഡിറ്റ് ചെയ്ത് പരിചയമുണ്ടെങ്കിൽ മൊവാവി, ഹിറ്റ് ഫിലിം, ഫിലിമോറ അല്ലെങ്കിൽ കൈൻ മാസ്റ്റർ ഇതൊക്കെ യൂസ് ചെയ്ത് പരിചയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിങ്ങിനെ കുറിച്ച് കുറച്ച് ഐഡിയയും അതിൻ്റെ കോൺസെപ്റ്റൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പ്രീമിയർ പഠിച്ചെടുക്കാൻ വളരെയധികം സിമ്പിളാണ്. അതിൻ്റെ ഇൻ്റർഫേസ്, ബേസിക് ആയിട്ടുള്ള ടൂൾസ്, സെറ്റിങ്സ് ഒക്കെ ഒന്ന് പഠിച്ചെടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് ഈസി ആയിട്ട് പ്രീമിയർ പ്രോയിൽ പഠിക്കാവുന്നതാണ്. ആഫ്റ്റർ എഫക്ട്സ് നിങ്ങൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചധികം കൺഫ്യൂസിങ് ആയിരിക്കും. അതിൻ്റെ ഇൻ്റർഫേസ്, അതിൽ എഡിറ്റ് ചെയ്യുന്ന രീതി എല്ലാം വളരെയധികം ഡിഫറൻ്റ് ആണ്. സോ നിങ്ങൾ പ്രീമിയർ പ്രോ പഠിച്ചെടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും ആഫ്റ്റർ എഫക്ട്സ് പഠിക്കാൻ. ബട്ട് പഠിച്ചു കഴിഞ്ഞാൽ 100% വർത്താണ്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയർ പ്രോ യൂസ് ചെയ്യാം. നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിനൊപ്പം അത്യാവശ്യം ടൈറ്റിൽ ആനിമേഷൻസ്, ട്രാൻസിഷൻസ് ഒക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ആഫ്റ്റർ എഫക്ട്സ് കൂടെ യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്താൽ മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയർ പ്രോ യൂസ് ചെയ്യാം. പ്രീമിയർ പ്രോയിൽ നിങ്ങൾക്ക് കളർ ഗ്രേഡ് ചെയ്യാം, മ്യൂസിക്, സൗണ്ട് എഫക്ട്സ്, ഓഡിയോ ആഡ് ചെയ്യാം, ട്രാൻസിഷൻസ്, ടൈറ്റിൽസ് എല്ലാം ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ ടൂൾസും സെറ്റിങ്സും നിങ്ങൾക്ക് പ്രീമിയർ പ്രോയിൽ അവൈലബിൾ ആണ്. ഇനി നിങ്ങളുടെ വീഡിയോയിൽ കുറച്ച് എക്സ്ട്രാ എഫക്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ വീഡിയോ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് ആഫ്റ്റർ എഫക്ട്സ് യൂസ് ചെയ്യാം. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പ്രീമിയർ പ്രോയിൽ ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് എല്ലാം ഓവർകം ചെയ്യാൻ വേണ്ടി നമുക്ക് ആഫ്റ്റർ എഫക്ട്സ് യൂസ് ചെയ്യാം. ആഫ്റ്റർ എഫക്ട്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വിഷ്വൽ എഫക്ട്സ് ആഡ് ചെയ്യാം, ടൈറ്റിൽ ആനിമേഷൻസ്, റോഡോസ്കോപ്പിങ്, കീയിങ്, ട്രാക്കിങ്, 3D ലെയർ, ക്യാമറ, ലൈറ്റ് എക്സെട്ര ഇതെല്ലാം യൂസ് ചെയ്ത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. നിങ്ങൾ ആദ്യം പ്രീമിയർ പ്രോയിൽ വീഡിയോ എഡിറ്റ് ചെയ്യുക. അതിനുശേഷം ആഫ്റ്റർ എഫക്ട്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോയിൽ ടൈറ്റിൽ ആഡ് ചെയ്യാം, വിഷ്വൽ എഫക്ട്സ് ആഡ് ചെയ്യാം, ഗ്രാഫിക്സ് ആഡ് ചെയ്യാം, ഇതെല്ലാം ആഡ് ചെയ്യാൻ വേണ്ടി കഴിയും. അതുപോലെ അഡോബി സോഫ്റ്റ്വെയർ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡൈനാമിക് ലിങ്ക് ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. നിങ്ങൾ പ്രീമിയറിൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആഫ്റ്റർ എഫക്ട്സിൽ എഡിറ്റ് ചെയ്യാം.
നിങ്ങൾ പ്രീമിയറിൽ ഏതെങ്കിലും ക്ലിപ്പ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അതിലേതെങ്കിലും ഒരു വിഷ്വൽ എഫക്ട്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ട ക്ലിപ്സ് എല്ലാം സെലക്ട് ചെയ്യുക. അവിടുന്ന് റൈറ്റ് ക്ലിക്ക് റീപ്ലേസ് വിത്ത് ആഫ്റ്റർ എഫക്ട്സ് കോമ്പോസിഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ആകുന്നതായിരിക്കും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത ക്ലിപ്സും അവിടെ കാണാം. ആ ക്ലിപ്സിൽ നിങ്ങൾക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തേണ്ടത് അതെല്ലാം വരുത്താം. എന്നിട്ട് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പ്രീമിയർ പ്രോയിൽ പോവുകയാണെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്ത എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് പ്രീമിയറിൽ അപ്ഡേറ്റ് ആകുന്നതാണ്. ഡൈനാമിക് ലിങ്ക് വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. നിങ്ങൾ പ്രീമിയർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതുവരെ നിങ്ങൾ ആഫ്റ്റർ എഫക്ട്സ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആഫ്റ്റർ എഫക്ട്സ് ട്രൈ ചെയ്ത് നോക്കണം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ടാണ്, പക്ഷേ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയും. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ആഫ്റ്റർ എഫക്ട്സും പ്രീമിയർ പ്രോയും തമ്മിലുള്ള ഡിഫറൻസ്, അതുപോലെ ഈ സോഫ്റ്റ്വെയർസിൻ്റെ യൂസ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.